സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 8 മുതൽ 22 വരെ പോഷൻ പക്വാഡേ ക്യാമ്പയിൻ്റെ ഏത് പതിപ്പാണ് ആചരിക്കുന്നത്? 7ാം പതിപ്പ്. ജിയോ പാർഷ്യൽ എ ആൻഡ് ഡിജിറ്റൽ ട്വിൻസിൻ്റെ ഏത് IIT കേന്ദ്രമാണ് കപ്പൽ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്? IIT ഹൈദരാബാദ്. പ്രധാനമന്ത്രി മുദ്ര യോജന അടുത്തിടെ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയതെന്ന്? 2025 ഏപ്രിൽ 8. ഈയിടെ അന്തരിച്ച ദാദി രത്തൻ മോഹിനി ഏത് ആഗോള ആത്മീയ സംഘടനയുടെ നേതാവും മേധാവിയുമായിരുന്നു? ബ്രഹ്മകുമാരീസ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ലോക ഹോമിയോപ്പതി ദിന കൺവെൻഷൻ 2025ൻ്റെ ഔദ്യോഗിക തീം എന്ത്? എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച്. ഹിമാലയൻ കാലാവസ്ഥാ പഠനത്തിലെ ഒരു പ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തിക്കൊണ്ട് 2025 ഏപ്രിലിൽ ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ ഉയർന്ന ഉയരത്തിലുള്ള കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? നാഥ ടോപ്പ്. ഒരു സംസ്ഥാനം ഒരു RRB സംരംഭത്തിന് കീഴിൽ 4ാം ഘട്ടത്തിൻ്റെ ഭാഗമായി 2025 ലയിപ്പിച്ച പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ എണ്ണം എത്ര? 26. ഇന്ത്യ സ്കിൽസ് ആക്സിലറേറ്റർ സംരംഭത്തിനായി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവുമായി സഹകരിച്ച അന്താരാഷ്ട്ര സ്ഥാപനം ഏത്? വേൾഡ് എക്കണോമിക് ഫോറം. T20 ക്രിക്കറ്റിൽ 13,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കൃഷി നവീകരിക്കുന്നതിനുമായി ഏത് രാജ്യവുമായാണ് 2025 ഏപ്രിലിൽ ഇന്ത്യ സമഗ്ര കാർഷിക കരാറിൽ ഒപ്പുവെച്ചത്? ഇസ്രായേൽ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.